പറഞ്ഞത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അച്ചാരം വാങ്ങി ഞാൻ പറഞ്ഞതല്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി 10 പൈസ എനിക്ക് വാഗ്ദത്തം ചെയ്തിട്ടുമില്ല. അവരെ പോക്കറ്റിലെ ഒരു രൂപയ്ക്ക് എനിക്ക് ആവശ്യവുമില്ല. ആകാശവും ഭൂമിയും പടച്ച റബ്ബ് സാക്ഷിയാണ്. ഇത് ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തർക്കം. റഹ്മത്തുള്ളാഹി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഓരോ ദിവസവും സോഷ്യൽ മീഡിയയാണല്ലോ ഇപ്പോൾ ലോകം നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ പുതിയ വിവാദമാണ്. എന്ത്? റഹ്മത്തുള്ളാഹി അങ്ങനെ പറഞ്ഞു. അപ്പൊ റഹ്മത്തുള്ളാഹിന്റെ പേരിൽ പുതിയ കോലമുണ്ടാക്കി കോണിക്കും കൂടെ റഹ്മത്തുള്ളാഹി കയറിയിട്ട് സ്വർഗത്തിൽ ചാടുന്നതായ ചിത്രങ്ങൾ വേറെ, പിന്നെ ഒരു കഴുതന്റെ പുറത്ത് റഹ്മത്തുള്ളാഹി പോസ്റ്റ് ഒട്ടിച്ചത് വേറെ, ഇങ്ങനെ പല ജാതി സാധനങ്ങളുണ്ട്. ഞാൻ പിന്നെ അത് കാണാറില്ല. കണ്ട ആളുകൾ എന്നോട് വന്ന് പറഞ്ഞു, നിങ്ങളെ പേരിൽ ഇങ്ങനെ സാധനം ഉണ്ട്, അവിടെ കഴുത നടക്കുന്നുണ്ട്, മറ്റോടത്ത് പോത്ത് നടക്കുന്നുണ്ട്, അതിനൊന്നും എനിക്ക് വേജാറുമില്ല. അതൊക്കെ ഈ അള്ളാഹിന്റെ കോടതിയിൽ നിന്ന് മനസ്സിലാക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച വയലാണെങ്കിൽ പറയില്ല. എന്തുകൊണ്ട്? അയാളൊരു വയലുകൊണ്ട് നമ്മളൊരു വോട്ട് മറിഞ്ഞു നിങ്ങൾ വിചാരിക്കണ്ട. ഇതെല്ലാം കഴിഞ്ഞല്ലോ. ദമ്മിനിട്ട് ദമ്മ് കഴിഞ്ഞ ശനിയാഴ്ച പൊളിച്ചില്ലേ? കഴിഞ്ഞല്ലോ. അങ്ങനെ ആയിക്കോട്ടെ. ഇത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വയൽ പറയണമെങ്കിൽ ഞാൻ പറയൂല. ഇനിയിപ്പോ കാസിമി ഒരു വയൽ പറഞ്ഞുകൊണ്ട് നിങ്ങളെ വോട്ട് പൊളിയണ്ട. പക്ഷെ ഞാൻ ഇനി വോട്ട് വരുന്നതിന് നിങ്ങളോട് പറയാണ്, റഹ്മത്തുള്ള MLA ഞാൻ പറഞ്ഞല്ല, അള്ളാഹു സാക്ഷിയാണ്. ഞങ്ങളെന്ന് വിചാരിച്ചത് റഹ്മത്തുള്ള ഇത് മുസ്ലിം സമുദായത്തിന്റെ ഇസ്സത്തിന് വേണ്ടി പറഞ്ഞതാണ്. മുസ്ലിമീങ്ങൾ വലിയ ആപത്ത് സംഭവിക്കും. അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കട്ടെ. കുതിര കളിക്കണ്ട. വോട്ടവകാശം ഉണ്ടായിട്ടാണ് ഇപ്പോൾ ഓരോരുത്തരും ചാക്കും കൊണ്ടിറങ്ങിയിട്ടുള്ളത്. വോട്ടവകാശം തന്നെ ഇല്ലാതെ എന്ത് ചെയ്യും? പാർട്ടിന്റെ വിലയില്ല. ബർമയിൽ മുസ്ലിമീങ്ങൾക്ക് വോട്ടവകാശമല്ല. ഉള്ളത് യോജിച്ച് നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറില്ലാത്ത ഇത് ഇന്നല്ലെങ്കിൽ നാളെ കണ്ടറിയാത്തവൻ കൊണ്ടറിയും. അല്ലാതെ എനിക്ക് PK കുഞ്ഞാലിക്കുട്ടിയോ അഹമ്മദോ എന്തെങ്കിലും മേശന്റെ അടി കൂടെ തന്നിട്ടല്ല. ഞാൻ അവരൊന്നും കാണാറുകയില്ല. ഞാൻ ഈ മനുഷ്യന്മാരെന്നും കൊല്ലത്തിന് 2 കൊല്ലത്തിൽ എപ്പോഴെങ്കിലും കണ്ടെങ്കിൽ കണ്ടു, അത്രേ ഉള്ളൂ. ഞാൻ രാഷ്ട്രീയം പറയാൻ നിങ്ങൾ വിചാരിക്കേണ്ടത് സംഘാടകർ മുന്നിക്കും ബാക്കും നോക്കണ്ട ഇയാൾ എന്താണ് ഈ പറയാൻ പോണത്. നിങ്ങളൊരു വിചാരം വേണ്ട. നിങ്ങൾ ഇന്നെയാണല്ലോ വിളിച്ചത്. എനിക്കിവിടെ 2 മണിക്കൂർ വയറു പറയാനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്ക് തോന്നിയത് പറയാനല്ല നിങ്ങൾ എന്നെ വിളിച്ചത്. എനിക്ക് തോന്നിയത് നിങ്ങൾ കേൾക്കാനാണ്. അല്ലേ? അങ്ങനെ തന്നെയല്ലേ? പറയും മനുഷ്യന്മാരെ, അല്ലേ? നിങ്ങൾക്ക് തോന്നിയത് ഞാൻ പറയാനല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ കേട്ടോളി, ഞാൻ ഇത് അള്ളാഹ്ക്ക് വേണ്ടി പറയാണ്. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കില്ല, നാളെ കൊണ്ടറിയും. മുസ്ലിമീങ്ങൾ മറ്റൊരു മുസ്ലിമിനെ 3 വോട്ട് 6 വോട്ടിന് തോൽപ്പിച്ച് എന്താണ് ഇതിൽ ലാഭം? എന്തുണ്ടായത്? എന്നിട്ട് ആരവിടെ നേടിയത്? എന്താണ് മനുഷ്യന്മാരെ ഈ കാട്ടിക്കൂട്ടുന്നതിന്റെ അർത്ഥം? ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിച്ച് മുസ്ലിമീങ്ങൾ നശിക്കുക. അല്ലാഹു നമ്മളെ കാത്തുരക്ഷ. എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നതിന്റെ അർത്ഥം? എനിക്ക് ഒരാരും ഒന്നും തരൂല്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. എന്തിന്? ഒരാവശ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല. ഞാനൊരാവശ്യം പറഞ്ഞിട്ട് ഇക്കാലം വരെ ഒരു നേതാക്കന്മാരുടെ അടുത്തേക്ക് പോയിട്ടില്ല. ഒരു പോലീസ് സ്റ്റേഷന്റെ കേസ് വരെ ഇല്ല. ഞാൻ പഴയ കാലത്ത് നമ്മൾ SKSF ഒക്കെ ഉണ്ടാക്കിയ സമയത്ത് ഒരിക്കലൊരു വയലിന്റെ പെർമിറ്റിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടെന്നല്ലാതെ ഞങ്ങളുടെ ഒരു പരിപാടിയും ഇല്ല. ഞാൻ 1988 89 SKSF ഉണ്ടാക്കിയ കാലത്ത് ഒരു മൈക്ക പെർമിറ്റിന് വേണ്ടി ഇടക്കര പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് എന്നല്ലാതെ ഞാനൊരു പോലീസിന്റെ ഒരു സംഗതിക്കും ഇടക്കര എന്റെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ഒരു ഗതികേട് വന്നിട്ടില്ല. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ഇല്ല, ഞാൻ അങ്ങനെ ഒരു ഭീകരവാദിയുമല്ല. നിങ്ങൾക്ക് എന്നെ അറിയാലോ. വയറ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ SI വന്നിട്ട് രാത്രി 1:30 മണിയായപ്പോൾ പാനൂരിൽ എന്റെ വയറ് നിർത്തി. SIന്റെ ജീപ്പ് വന്നിട്ട് വയറ് നിർത്തി. കുറച്ച് തങ്ങൾ ഹൈദർ തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് പോയി. പിന്നെ ഞാൻ വയറ് പറഞ്ഞ് നേരം പോയി. രാത്രി 1:30 മണിയായപ്പോ പോലീസ് വണ്ടിയിൽ ഒന്ന് നിർത്തി.